ഹലോ, അപ്പോൾ നമ്മളിന്നുള്ളത് കൂരിയാടാണ്. മലപ്പുറം ജില്ലയിലെ കൂരിയാട് എന്ന സ്ഥലത്തുള്ളത്. അപ്പോൾ ഇവിടെ ഒരു അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ വാളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണിക്കേണ്ടത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേരെന്തോ സോൾട്ട് ലൈൻ ഷോർട്ട് കട്ട്, ഇതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്താം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ. ഇത് അന്ന് നമ്മളിവിടെ വീഡിയോ എടുത്തപ്പോൾ നെറ്റ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞിരുന്നു. ഇത് എങ്ങനെയാണ് പിടിപ്പിക്കൽ എന്നൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടികൾ നമ്മൾ കാണിക്കാം. ഓക്കെ, സോൾട്ട് ലൈൻ ഷോർട്ട് കട്ടിങ് എന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരുപാട് ലാഭകരമായ പരിപാടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരൊറ്റ ലെയറായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓരോരോ ലെയറുകളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭാഗമൊക്കെ ഇപ്പോൾ അത് ചെയ്തതാണ് കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ഷോർട്ട് കട്ടിങ് ചെയ്തതാണ്. നമ്മൾ KNRC നമ്മളുടെ നാട്ടിൽ പല ജാതി മെഷീനുകൾ ഇറക്കിയിട്ടുണ്ട്. അതിലൊരു ഐറ്റമാണ് ഇപ്പോൾ ഇത്. കുറഞ്ഞ ടൈം കൊണ്ട് പെട്ടെന്ന് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അത് ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. ഇവിടുത്തെ വർക്കുകൾ നമ്മൾ ഇന്നാൾ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ഇവിടെ കണ്ടപ്പോഴാണ് നമ്മൾ ഇവിടെ ഇറങ്ങി ഇത് ചെയ്തത്. സോൾട്ട് ലൈൻ ഷോർട്ട് കട്ടിങ് അതിനൂതനമായിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയാണ്. കുറഞ്ഞ ചിലവിൽ ചെയ്യാം എന്നൊക്കെയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്തത് കേട്ടോ. നെറ്റാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള. നെറ്റിൽ കോട്ടിംഗ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഇവിടെ കേട്ടോ. ഇയാളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടോ. എന്തായാലും KNRCൻ്റെ ഈ ഒരു വർക്ക് കൊണ്ട് നമ്മളെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിൽ ഒട്ടുമിക്കം നമുക്ക് കാണാത്ത പല മെഷീനറീസും കാണാനും പല സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാനൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈവേ വരുന്നതോടുകൂടി ഈ ആദ്യ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇതൊന്നും എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് പോകുന്നല്ല കേട്ടോ. എല്ലാം നല്ല ഉത്തരവാദിത്തത്തിൽ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യേണ്ടത് ഓരോരോ ഭാഗങ്ങളും.
അന്ന് നമ്മൾ കാണിച്ചിരുന്നത് എങ്ങനെയാണ് പിടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈ നെറ്റൊക്കെ ലോക്കാക്കിയിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയണില്ല കേട്ടോ. നമുക്ക് അതിൽ മാസ്ക് ഒന്നുമില്ല, നല്ല പൊടി ചീറ്റുന്നുണ്ട്. അപ്പം അതിനായിട്ട് ആവശ്യമുള്ള നെറ്റാണ് ഇത്. ഈ നെറ്റാണ് ഇവിടെയൊക്കെ വിരിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ നെറ്റാണ് ഇവിടെയൊക്കെ വിരിച്ചിട്ടുള്ളത്. ഇതിവിടെ ജസ്റ്റ് ഒന്ന് ഒരു ലെയർ സ്പ്രേ ചെയ്തിട്ട് പോയതാണ്. രണ്ടാമത്തെ ലെയറാണ് ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ തന്നെ ഏകദേശം കവറാവുന്നുണ്ട്. ഓപ്പറേറ്റിങ്ങും ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഓപ്പറേറ്റിങ് മൊത്തം. സിമെൻറ്റിൻ്റെ ഒരു പുക നമുക്ക് നല്ല അടിക്കണം, നല്ല ബുദ്ധിമുട്ടുണ്ട്. തൊട്ടടുത്തൊന്നും പോയി നിൽക്കാൻ വയ്യ, നല്ല പൊടി അടിക്കണ്ട്. എന്തായാലും ഭയങ്കരമായ സംഭവം തന്നെ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതൊന്നും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ തന്നെ മുകളിൽ ചെയ്ത് തുടങ്ങിയിട്ടോ. ഫുൾ കവർ ചെയ്തിട്ടാണ് ചെയ്യണേ. എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് മണ്ണ് വരാനോ ഒന്നുമില്ല. ആ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ആ പാലത്തിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ. നമ്മൾ പാലത്തിൻ്റെ ഭാഗത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ നമ്മൾ ഇന്നാൾ കാണിച്ചതാണ്. എന്തായി എന്നുള്ള ജസ്റ്റ് ഒരു നോട്ടം. നമ്മളെ ക്യാമറ ഇളകുന്ന ഒരു പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട്, കമൻറ്റിലൊക്കെ കണ്ടു. എന്തായാലും സോറി, നമ്മൾ
നിങ്ങളെ വാക്കുകളൊക്കെ പരിഗണിച്ച് മാക്സിമം റെഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നടന്നുകൊണ്ടുള്ളൊരു വീഡിയോ ആകുമ്പോൾ ഉള്ള ചെറിയൊരു ഇതുണ്ട്. ശരിയാവും, ശരിയാക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂരിയാട് പുഴ മണ്ണ് ഇറക്കി പകുതി ഭാഗം ബ്ലോക്ക് ചെയ്തിട്ടാണ് പരിപാടികൾ നടക്കാൻ പോകുന്നുണ്ട്. ആ സൈഡിൽ നമ്മൾ ഇന്നാൾ കാണിച്ച ഫില്ലറുകളെ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ പുഴയിലേക്കൊന്ന് ഇറങ്ങി നോക്കുക. ഇങ്ങനെ കാക്കുമ്പോഴേ നമുക്ക് പുഴേൻ്റെ നടുക്കൊക്കെ ഒന്ന് പോകാൻ പറ്റുള്ളൂ. ഒന്ന് പോയി നോക്കുക. നല്ല ഇറക്കണം കേട്ടോ. ക്യാമറ ഓഫ് ചെയ്യേണ്ട, അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കൂരിയാട് പുഴ പകുതി ഭാഗം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കഴിഞ്ഞാൽ നമ്മളതീക്ക് ബ്ലോക്കായി പോകും. എന്താ കൂരിയാട് പാലത്തിൻ്റെ ഭാഗത്ത് പണി നടക്കാൻ വേണ്ടിയിട്ട് പകുതി ഭാഗം മണ്ണിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പുഴ. എന്നിട്ടാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫില്ലർ കൊടുക്കലും ഫൈലിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാവും. അതിനായിട്ട് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ള കാഴ്ചകൾ. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അപാകതകൾ നമ്മളെ ഭാഗത്തുനിന്ന് പറഞ്ഞതിൽ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും തിരുത്തി പറഞ്ഞു തരാം. ഓക്കെ, സന്തോഷമേ ഉള്ളൂ. എല്ലാവരും എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിലൊക്കെ തിരുത്തി പറഞ്ഞു തരണം. നമുക്ക് അറിയുന്നത് പോലെ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിവിടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോ കാഴ്ചകളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ മുന്നിൽ വരും. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ നിലവിലുള്ള ഹൈവേ. ഇതിനോട് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് വീതി കൂട്ടി വരുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടോ. ഓക്കെ, ബൈ.